കോഴിയാണോ മുട്ടയാണോ ഏതാണ് ആദ്യമുണ്ടായത്? ദീർഘകാലം ആളുകളെ കുഴക്കിയിരുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി ശാസ്ത്രം. കോഴിയല്ല, മുട്ടയാണ് ആദ്യമുണ്ടായത്. അതെങ്ങനെ തീർത്ത് പറയാമെന്നല്ലേ? ശാസ്ത്രീയ കാരണങ്ങൾ സഹിതമുള്ള വിശദീകരണമുണ്ട്. പരിണാമ സിദ്ധാന്തമനുസരിച്ച്, കാരണഫല സിദ്ധാന്തമനുസരിച്ച് മുട്ട തന്നെയാണ് ആദ്യമുണ്ടായത്. പെൺപ്രത്യുൽപാദന കോശത്തെയാണ് അണ്ഡം അഥവാ മുട്ടയെന്ന് പറയുന്നത്. അത് കോഴി ഉണ്ടാകുന്നതിനും വളരെ കാലം മുൻപ് ഭൂമുഖത്ത് നിലനിന്നിരുന്നു. നിലവിൽ ഭൂമിയിൽ കാണപ്പെടുന്ന പുറന്തോടുള്ള മുട്ടയുടെ രൂപം 325 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണെന്ന് ടെക്സസ് സർവകലാശാലയിലെ ഗവേഷകർ വിശദീകരിക്കുന്നു. നട്ടെല്ലുള്ള ജീവികളെ ജലത്തിലുള്ള പ്രത്യുൽപാദനത്തിൽ നിന്നും കരയിലേക്ക് സ്വതന്ത്രമാക്കുന്നതായിരുന്നു മുട്ടകളിൽ വന്ന കട്ടിയുള്ള പുറന്തോടുള്ള ഈ രൂപാന്തരമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. കോഴികളടക്കമുള്ള പക്ഷിവർഗം ഭൂമുഖത്ത് പിന്നെയും കുറേക്കാലം കഴിഞ്ഞിട്ടാണ് രൂപമെടുത്തത്. ജുറാസിക് കാലഘട്ടത്തിൽ 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷികൾ രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത്. നിലവിൽ പക്ഷികളുടേതായി ലഭിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമേറിയ ഫോസിലുകൾ ഈ കാലത്തിലേത് തന്നെയാണ്. പക്ഷികൾ രൂപപ്പെടുന്നതിന് മുൻപ് ദിനോസറുകളടക്കമുള്ള കരയിൽ ജീവിച്ചിരുന്ന നട്ടെല്ലുള്ള ജീവിവർഗങ്ങൾ കട്ടിയേറിയ പുറന്തോടുള്ള മുട്ടകൾ ഇട്ടിരുന്നത് തെളിവുകളുണ്ടെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ചുവപ്പൻ കാട്ടുകോഴികളിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് ഇന്നത്തെ രൂപത്തിലും സ്വഭാവത്തിലുമുള്ള കോഴികൾ ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഇവയുടെ പരിണാമം സംഭവിച്ചത് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. കോഴികളെ വീട്ടിൽ ഇണക്കി വളർത്താൻ ആരംഭിച്ചതാവട്ടെ 1650 BC-ക്കും 1250 BC-ക്കും ഇടയിലാണ്. ഇക്കാലത്തിനിടയിലെന്നോ കോഴിയുടെ ആദിമരൂപം ഭ്രൂണമുൾക്കൊള്ളുന്ന മുട്ടയിട്ടുവെന്നും അങ്ങനെയാണ് ശരിക്കുമുള്ള കോഴി ഉണ്ടായതെന്നുമാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് കോഴിയേക്കാൾ വളരെ കാലം മുൻപ് മുട്ടകൾ ഉണ്ടായിരുന്നുവെന്ന അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്